യൂറോ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റ് പോർച്ചുഗൽ കണ്ണീരോട് മടങ്ങിയപ്പോൾ എല്ലാവരുടെയും ചോദ്യം ക്രിസ്ത്യാനോ റൊണാൾഡോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമോ എന്നായിരുന്നു. മത്സരശേഷം പൊട്ടിക്കരഞ്ഞ ടീമിലെ മുതിർന്ന താരം പെപ്പയെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ച ക്യാപ്റ്റൻ റൊണാൾഡോയും തോൽവിയിൽ ഏറെ ദുഃഖിതനായിരുന്നു. ഇതോടെയാണ് ഇരുവരും ബൂട്ടഴിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. എന്നാൽ കളിക്കളത്തിൽ തുടരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് റൊണാൾഡോ. സമൂഹ മാധ്യമങ്ങളിലൂടെ റൊണാൾഡോ ഇക്കാര്യം വ്യക്തമാക്കി. എക്സിൽ റൊണാൾഡോ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: പോർച്ചുഗലിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ കൂടുതൽ ആഗ്രഹിച്ചു. ഞങ്ങൾ കൂടുതൽ അർഹരായിരുന്നു. നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും, ഞങ്ങൾ ഇതുവരെ നേടിയ എല്ലാത്തിനും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. കളിക്കളത്തിനും പുറത്തും ഈ പൈതൃകം മാനിക്കപ്പെടുമെന്നും എല്ലാവരും ഒരുമിച്ച് ഇനിയും പോരാട്ടം തുടരുമെന്ന് ഉറപ്പാണെന്നും റൊണാൾഡോ പറഞ്ഞു. തുടർച്ചയായ 6 തവണ യൂറോ കപ്പിൽ കളിച്ച് റെക്കോർഡ് നേടിയ റൊണാൾഡോ ഇനിയൊരു വൻകര പോരിനുണ്ടാകില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രായം 40-ലേക്ക് കടക്കുന്ന താരം 2026 ലോകകപ്പ് ടീമിൽ ഉണ്ടാകുമോ എന്നും ഉറപ്പില്ല. 2016 പോർച്ചുഗലിനൊപ്പം യൂറോ കിരീടം നേടിയ റൊണാൾഡോ ഇത്തവണ 5 മത്സരങ്ങളിൽ ഫീൽഡ് ഗോളില്ലാതെയാണ് മടങ്ങുന്നത്. സ്ലൊവാനിയയ്ക്കെതിരെ പ്രീ ക്വാർട്ടറിൽ അധിക സമയത്ത് പെനാൽറ്റി പാഴാക്കി. 23 ഷോട്ടുകളാണ് ഗോൾവൽ ലക്ഷ്യമാക്കി പായിച്ചിരുന്നത്. ഒന്നും ഫലം കണ്ടില്ല. ഗോളടിച്ചില്ലെങ്കിലും ആദ്യ ലെവലിൽ തന്നെ റൊണാൾഡോയ്ക്ക് കോച്ച് റോബർട്ടോ മാർട്ടിനസ് അവസരം നൽകിയിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.